രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് പോയി. ആർ എസ് എസും സി പി എമ്മും ഞങ്ങൾക്ക് ഒരുപോലെ ശത്രുക്കളാണ് എന്നാണ് പറഞ്ഞത്. ഇത് വരുന്ന രാഷ്ട്രീയ സമയത്ത്, അതായത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ സമയത്ത് ഏതെല്ലാം രീതിയിൽ ബാധിക്കും? അത് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു എതിർപ്പ് ഇവിടെ വന്ന് പറയാൻ രാഹുൽ ഗാന്ധി മുതിർന്നത്? അത് വളരെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാണ്. അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആണ്, വെൽ പ്ലാൻഡ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്. അതിൻ്റെ പേരിൽ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഈ പിണറായി വിജയന്റെ മൂന്നാം ടേം വരും എന്ന വാർത്ത ദേശീയ പത്രങ്ങളിൽ വലിയ വാർത്ത ഉണ്ടായിരുന്നു അതിൻ്റെ 2 ദിവസം മുമ്പ്. അതിനുള്ള സാധ്യതകളിൽ ഈ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ വിലയിരുത്തിയ സാധ്യതകളുടെ കാരണങ്ങൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നന്നായി പഠിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ കാരണങ്ങൾ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത്, ഒന്ന്, എന്തൊക്കെ പറഞ്ഞാലും ഈ ഗവൺമെന്റിന്റെ അവസാന വർഷം, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന വർഷം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പിണറായി ഗവൺമെന്റിന്റെ 10ാം വർഷം, ജനപ്രിയമായ കുറേ പദ്ധതികൾ സർക്കാരിന്റെ അജണ്ടയിലുണ്ട്. അതിപ്പോൾ നടപ്പാക്കി കഴിഞ്ഞാൽ ഈ ആന്റി ഇൻക്യുംബൻസി എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം മുഴുവനും മാറിക്കിട്ടും. കേരള ജനതയെക്കുറിച്ചുള്ള ഭയങ്കര പൊട്ടത്തരം ഇവരുടെ മനസ്സിലുണ്ട്. എന്താ വെച്ചാൽ ഒരു അണ്ടർ എസ്റ്റിമേഷനാണ്. കേരള ജനതയുടെ ട്രെൻഡ് മാറുന്നത് അതിവേഗമാണ്. അതാണ് അവർ വിലയിരുത്തൽ. അതായത് ആദ്യത്തെ 4-4.5 കൊല്ലം നമ്മളിട്ട് എടങ്ങേറാക്കിയാലും അവസാനത്തെ ഒരു 6 മാസം എന്തെങ്കിലുമൊക്കെ ചെറിയ കിറ്റും, ഇപ്പൊ കണ്ടില്ലേ, അപ്പോൾ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജനപ്രിയമായ നടപടികൾ കൊണ്ടുവന്നാൽ വോട്ട് കിട്ടുമെന്നൊരു ധാരണ സി പി എമ്മിനുണ്ട്. അത് രാഹുൽ ഗാന്ധിയും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധമായ തരംഗം അവസാനത്തെ ഒരു കൊല്ലം കൊണ്ട്, ഒരു കാര്യം കൂടി ഇപ്പോൾ പ്രജിത ശ്രദ്ധിച്ചോ, ആ ഒരു ടേമിലേക്ക് ഇടതുപക്ഷ ഗവൺമെന്റ് കടക്കുകയാണ്. അന്നേരത്ത് ഭരണകൂടത്തിന് തടസ്സം ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും, എന്തെല്ലാം കോലാഹലം കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവർണർമാരും തമ്മിലുണ്ടായതാണ്. ഈ ഗവർണറെ കാണാൻ രാജ്ഭവനിൽ പോയി മുഖ്യമന്ത്രി ചർച്ച നടത്താൻ പോവുക. ഇന്നാണ് ആ ചർച്ച, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിവേഗം അവർക്ക് ഈ സ്തംഭനങ്ങളും തടസ്സങ്ങളും നീക്കണം. SFIക്കാർക്ക് തിട്ടൂരം കൊടുത്തു. ഇനി മേലാൽ സമരം എന്ന് പറഞ്ഞ് കണ്ടുപോകരുത്, ഇവിടെ വേറെ പണിയുണ്ട് എന്നതിന്റെ അർത്ഥം. കാലടി യൂണിവേഴ്സിറ്റിയിൽ SFI സമരം നിർത്തി, കേരള യൂണിവേഴ്സിറ്റിയിൽ നിർത്തി എന്ന് പറഞ്ഞാൽ ഇനി പ്രക്ഷോഭം വേണ്ട, ജനോപകാരപ്രദമായ പാക്കേജുകളായിട്ട് വരികയാണ്. അത് ഒരു ടേം കൂടി കേരളത്തിൽ ഇടതുപക്ഷം വന്നേക്കും എന്ന ഒരു ധാരണ ദേശീയ തലത്തിലുണ്ട്. 2, അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അപകടം എന്താണെന്നറിയോ? ഒരു ടേം കൂടി ഭരണമില്ലാത്ത ഒരവസ്ഥ UDFിലെ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും ഒന്നും സഹിക്കാൻ പറ്റില്ല. അവർ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടും, പല കക്ഷികളും ഇല്ലാതാവും. അതും രാഹുൽ ഗാന്ധിക്ക് അറിയാം. ഈ മൂന്നാം പിണറായി വരാനുള്ള സാധ്യതകളിൽ ഒന്ന് ഈ ഭരണകൂടത്തിന്റെ പുതിയ നടപടി, ഇനി ചെയ്യാൻ പോകുന്ന ജനപ്രിയ നടപടികളാണ്. രണ്ടാമത്തേത് എന്താണെന്നറിയോ? UDFിലെ നേതാക്കന്മാർ തമ്മിലുള്ള വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസവുമാണ്. അത് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാരണമായിട്ട് CPM വിലയിരുത്തിയത്, കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. ഇടതുപക്ഷം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ചു വന്നത് ആ നിലപാട് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ വോട്ട് നേടാൻ പറ്റും. ഈ കൂട്ടത്തിൽ CPM പറയാത്തൊരു കാരണം കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. BJPയുമായി ഒരു അന്തർധാര CPM ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? ആ പോയിന്റിൽ കൂടി ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം രാഹുൽ ഗാന്ധി പറഞ്ഞത് CPMഉം BJP എന്ന് വെച്ചാൽ CPMഉം RSSഉം ഞങ്ങൾക്ക് ഒരുപോലെ ശത്രുവാണ്. പക്ഷെ ആ ഒരു വാദം, അതായത് CPM RSS ബന്ധം എന്നുള്ളത് നമ്മൾ ഇടയ്ക്കിടെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലൊരു ബന്ധം ശരിക്കും നടക്കുന്നുണ്ട്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്, പല കാര്യങ്ങൾ വരുമ്പോൾ പല വാദങ്ങളിലായിട്ട് ആ ഒരു ബന്ധത്തെക്കുറിച്ച് എടുത്തു പറയും. പക്ഷെ ആ വാദം അന്നത്തേക്കേ ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസം ഇതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുമുള്ള ചർച്ചയില്ല, ഫോളോ അപ്പ് ഉണ്ടാവാറില്ല. പക്ഷെ സാധ്യത തള്ളിക്കളഞ്ഞൂടാ പ്രജിത. കാരണം എന്താ വെച്ചാൽ BJP ആണല്ലോ സംശയിച്ച് നിൽക്കേണ്ടത്. BJP സംശയിക്കേണ്ട കാര്യമില്ല. BJPക്ക് ആശയപരമായി തന്നെ അത് ശരിയാണ്. കാരണം BJPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ശത്രുവേ ഉള്ളൂ, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആരെയാണോ സഹായിക്കേണ്ടത് അവരെ സഹായിക്കുന്നത് BJPക്ക് തെറ്റല്ല, അന്തർധാരയുമല്ല, നേർക്കുനേരെയുള്ള രാഷ്ട്രീയമാണ്. ഒന്ന്, അത് ഒരു ഘടകം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്? BJPയും
BJP ഈ അതിൽ പക്ഷേ പ്രജിത പറഞ്ഞ ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയണം. അങ്ങനെ ഒരു തീരുമാനം പുതിയ സാഹചര്യത്തിൽ കേരളത്തിലെ BJP നേതൃത്വവും CPM നേതൃത്വവും എടുത്താൽ പോലും അണികൾ സമ്മതിക്കുമോ? അണികൾക്ക് സ്വീകാര്യമാവുമോ? അതനുസരിച്ചുള്ള കണക്കുകൾ തയ്യാറാക്കിയാൽ ആ കണക്കുകൾ തെറ്റിപ്പോകുമോ? BJPയുടെ കണക്കും തെറ്റും, CPMന്റെ കണക്കും തെറ്റും. അതാണ് കേരളത്തിലെ ചിത്രം. സംശയാസ്പദമാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. ഒരു ലോങ് ടേം പ്രോജക്റ്റാണ് ഇവരുടെ മനസ്സിലുള്ളത്, BJPയുടെ മനസ്സിൽ. അപ്പോൾ കുറച്ച് സീറ്റുകൾ മാത്രം, ഇപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ 11 സീറ്റുകളോ മറ്റോ അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. 11 സീറ്റുകളിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് ജയിക്കുക. 10 സീറ്റൊക്കെ ജയിക്കാവുന്ന ഒരു സാഹചര്യം വന്നാൽ BJPയോടുള്ള അസ്പൃശ്യത മാറും. പല UDF-ൽ നിന്നും LDF-ൽ നിന്നും ഘടകകക്ഷിയിൽ നിന്നും ഒക്കെ നേതാക്കന്മാർ BJPയിലേക്ക് വന്നോളും എന്നൊക്കെയാണ് കണക്ക്. അങ്ങനെ ഒരു 10-11 സീറ്റ് BJPക്ക് ജയിക്കുകയും ഒരു ടേം കൂടി CPM-ന് ഭരിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു അജണ്ട നടക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഇത് പറയുന്നത്. സാധ്യമാണോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമായി സാധ്യമാണ്. എന്നാൽ ജനകീയമായി അത് നടക്കുമോ? അണികൾ സമ്മതിക്കുമോ? നടപ്പാക്കിയാൽ തന്നെ, പ്രഖ്യാപിച്ചാൽ തന്നെ നടപ്പാകുമോ? തുടങ്ങിയ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട. എന്തായാലും ഇതിലിപ്പോ CPM പ്രകോപിതരായിട്ടുണ്ട്. BJP, നീ ശ്രദ്ധിച്ചോ, ഈ പ്രസ്താവന വന്നിട്ട് BJP മിണ്ടിയില്ലല്ലോ. ആരാ പ്രതികരിക്കേണ്ടത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കോൺഗ്രസ് ആണോ BJP ആണോ എന്നല്ലേ തർക്കമുള്ളൂ. കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, ഒരു കൊച്ചു സംസ്ഥാനത്തെ ഒരു ചെറിയ പാർട്ടിയായ CPM-നെ BJPയോട് സമീകരിക്കുമ്പോൾ ആരാ ആദ്യം പ്രതിഷേധിക്കേണ്ടത്? BJP-യാണ്. BJP മിണ്ടിയിട്ടില്ല. അതൊരു പക്ഷെ അത് ഇരയല്ല, അതൊരു പ്രതികരിക്കേണ്ട വിഷയമാണെന്ന് അങ്ങനെ ആവാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അതിനെ കാണുന്നത് മറിച്ചാണ്. BJPക്ക് അതൊരു ആരോപണമല്ല, വേണമെങ്കിൽ പ്രയോഗിക്കാവുന്ന ഒരു സിദ്ധാന്തം തന്നെയാണ് CPM-ന് വോട്ട് ചെയ്യാനുള്ളത്. TG മോഹൻദാസ്, നമ്മുടെ പ്രിയപ്പെട്ട TG ഈ വയനാട് ഇലക്ഷൻ കാലത്ത് ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു, കണ്ടിരുന്നോ? രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോഴും വയനാട് മണ്ഡലത്തിലെ BJP ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് 2 വട്ടം ആലോചിക്കാതെ വയനാട് മണ്ഡലത്തിലെ BJP ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഒരു BJP നിലപാടാണ്, അല്ലെങ്കിൽ ഒരു RSS നിലപാടാണ്. ഒന്നും ചിന്തിക്കാതെ ആർക്കെങ്കിലും വേണ്ടി അഭിപ്രായം പറയുന്ന ആളല്ലല്ലോ TG. അപ്പൊ അതാണ് അവരുടെ നിലപാട്. അതുകൊണ്ട് BJP മിണ്ടാതിരിക്കുന്നത് ആ രാഷ്ട്രീയ നിലപാട് ശരിയായതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം, CPM പ്രകോപിതരാകുന്നു. എന്താ കാരണം? CPM പറഞ്ഞു, ഞങ്ങളെ RSS-നോട് സമീകരിക്കുകയല്ല വേണ്ടത്, ഞങ്ങൾ RSS-നെ മുഖാമുഖം നേരിടുന്ന പാർട്ടിയാണ്. ഒരു കാര്യം ശരിയാണ്, RSS-ഉം CPM-ഉം തമ്മിൽ സമീകരിക്കുമ്പോൾ വേണമെങ്കിൽ CPM-ന് അത് അഭിമാനമായിട്ട് തോന്നാം. ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയോടൊപ്പമാണല്ലോ. കേരളം മാത്രം ആയി ചുരുങ്ങിപ്പോയ ഒരു പാർട്ടിക്ക് അത് അംഗീകാരമായിട്ട് കാണണം. 2, രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ ഈ 2 പാർട്ടി ഒരുപോലെയാണ്. ഇതിന് കാരണം കൂടി, ഘടനാപരമായ കാരണമുണ്ട്. രണ്ടും കാഡർ പാർട്ടികളാണ്, ഡിസിപ്ലിൻഡാണ് 2 പാർട്ടികളും. CPM-നും ഉണ്ട്, RSS-നും ഉണ്ട്. കോൺഗ്രസിന് ഗുണകരമായൊരു രീതിയിൽ അവർ ജനാധിപത്യം എന്ന് പറയുമെങ്കിലും അച്ചടക്ക രാഹിത്യം അതിന്റെ മുഖമുദ്രയാണ് എല്ലായിടത്തും, ഇന്ത്യയിലൊട്ടാകെ. അതുകൊണ്ട് അവർക്കത് പറയേണ്ടതില്ല. മൂന്നാമത്തെ അടുത്തൊരു കാര്യം കൂടി എടുത്തു നോക്കൂ. ഇനി CPM പ്രകോപിതരായിട്ട് പറയുന്നത് ഞങ്ങൾ BJP-യെ നേരിടുന്ന പാർട്ടിയാണ്, അല്ലാതെ BJP-യോടൊപ്പം BJP-യെ സഹായിക്കുന്ന പാർട്ടി അല്ല എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, BJP-യെ CPM നേരിടാൻ പോയിട്ട് എന്താ സംഭവിച്ചത്? അവരുടെ നേരിടുന്ന രീതി ഏതാണ്? നേരിടുന്ന രീതി സംവാദാത്മകമാണോ? രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ വളരെ പൊതുവേദിയിൽ വളരെ പരസ്യമായി രാഷ്ട്രീയ സംവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, മോദിക്കെതിരായി ലോകം മുഴുവൻ നടന്ന് പ്രസ്താവിക്കുക, അതിനെതിരായി മറുപടി പറയാൻ ഇന്ത്യ ഗവൺമെന്റിനെ നിർബന്ധിക്കുക, അതല്ലേ രാഷ്ട്രീയ സംവാദം? അതിന് പകരം CPM എന്താണ്, എങ്ങനെയാണ് RSS-നെ നേരിട്ടത്, BJP-യെ നേരിട്ടത്? വടിവാള് കൊണ്ടാണ്, തോക്കുകൊണ്ടാണ്, ബോംബ് കൊണ്ടാണ്. അതുകൊണ്ട് BJP വളർന്നോ തളർന്നോ? BJP-യെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ശക്തിയാണ് അത്. ആ അർത്ഥത്തിലും ശരിയാണ്. ദേശീയ തലത്തിൽ BJP-യെ നേരിടാൻ ലോകം മുഴുവൻ ഓടി നടക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ BJP-യെ പോലെ നിങ്ങളും ഞങ്ങളുടെ ശത്രുക്കളാണെന്ന് പറഞ്ഞാൽ അങ്ങനെയും കൂടി അർത്ഥമുണ്ട്. നിങ്ങൾ BJP-യെ നേരിടാൻ എന്ന വ്യാജേന BJP-യെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് എന്നല്ല എൻ്റെ അർത്ഥം. ആ തലത്തിലെടുക്കണ്ടേ, ആശയ തലത്തിൽ അങ്ങനെ എടുക്കണ്ടേ? അങ്ങനെ എടുത്തൂടെ? അപ്പോൾ ഈ ഒരുപാട് മുനകളുള്ള ഒരു പ്രസ്താവനയാണത്. ആ പ്രസ്താവനയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സമീപഭാവിയിൽ BJP CPM-നെ സഹായിക്കുന്ന ഒരു നിലപാടെടുക്കുമോ? കോൺഗ്രസ് പലപ്പോഴും അത് ആരോപിക്കുകയും ചെയ്യുന്നില്ലേ? ഏതാണത്? BJP CPM ബാന്ധവം എന്ന് പറഞ്ഞിട്ട് ആരോപിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യതയുണ്ട്. BJP അവരെ ആരോപിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, സാധ്യതയുണ്ട്. സാധ്യത നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, അങ്ങനെ ആരോപിക്കുമ്പോൾ അതിനർത്ഥം എന്താ? ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിലും ഉണ്ടല്ലോ. ആസന്ന ഭാവിയിൽ തൊട്ടു മുമ്പിലുള്ള എതിരാളി ഇടതുപക്ഷമാണെങ്കിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോലീബി സഖ്യം
കേട്ടിട്ടില്ലേ? ഉണ്ട്. കോൺഗ്രസ്, ലീഗ്, ഉം. BJP സഖ്യം ഒരുമിച്ച് വന്നതാണല്ലോ. അത് ആരും നിഷേധിച്ചിട്ടില്ല. KG മൊരാർജി പരസ്യമായി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതി വെച്ചതാണ്. കോലീബി സഖ്യം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ്. കാരണം ഒന്ന്, BJPക്ക് ആരോടെങ്കിലും അസ്പൃശ്യത മാറണം. ഇപ്പൊ UDF-നോട് ചേർന്ന് മത്സരിക്കുന്നു ചിത്ര. അപ്പോ അഡ്വക്കേറ്റ് രത്നസിംഗ്, ഡോക്ടർ K മാധവൻകുട്ടി ബേപ്പൂരിൽ മത്സരിക്കുന്നു, രത്നസിംഗ് വടകരയിൽ മത്സരിക്കുന്നു. അപ്പോൾ അവരെ ഒരു മുന്നണിയുടെ ഭാഗമായി വോട്ട് ചോദിക്കാൻ ഇവരൊക്കെ വരുമ്പോൾ ആ അസ്പൃശ്യത മാറിക്കിട്ടും. അടിയന്തരാവസ്ഥക്കാലത്ത് CPM-ന്റെ കൂടെ ആയിരുന്നില്ലേ അന്നത്തെ ജനസംഘം, ഇന്നത്തെ BJP. അപ്പോൾ ആ അസ്പൃശ്യത മാറ്റാൻ ഉള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട്, BJPക്കും ഉണ്ട്. അത് കോൺഗ്രസും ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും കേരളത്തിൽ സാധ്യമായ ഒരു മുന്നണി കൂടിയാണത്. അതുകൂടി ചേർത്താണ്, ആ സാധ്യത കൂടി കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വെടി. തീർച്ചയായിട്ടും അത് പൊയ്വെടിയല്ല, വളരെ ആഴമുള്ള അർത്ഥമുള്ള രാഷ്ട്രീയമായ ഒരു ആശയ സംവാദത്തിനാണ് അദ്ദേഹം തിരികൊളുത്തിയത്. അദ്ദേഹത്തെ വെറുതെ ചീത്ത വിളിക്കുന്നതിന് പകരം ആ സംവാദത്തിൻ്റെ ആശയതലത്തിൽ ഉള്ള ചർച്ചകളിലേക്കാണ് കേരളം വളരേണ്ടത്.